പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എം പി ആക്രമിച്ചതിന് പിന്നിൽ CPM പോലീസ് ഗൂഢാലോചനയെന്ന DCC പ്രസിഡന്റ് K. പ്രവീൺ കുമാർ. വൈകിയാണെങ്കിലും റൂറൽ SP K. ബൈജു തെറ്റേറ്റ് പറഞ്ഞതിൽ സന്തോഷമെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് K. പ്രവീൺ കുമാർ 24-നോട് പറഞ്ഞു. ഈ അക്രമം ഉണ്ടാക്കിയത് പോലീസാണെന്ന് തന്നെയാണ് കോൺഗ്രസ് UDF പറഞ്ഞത്. വൈകിയാണെങ്കിലും അത് മനസ്സിലാക്കി തെറ്റേറ്റ് പറഞ്ഞ സന്തോഷം. പക്ഷെ ഇനിയിപ്പോൾ അതല്ല വേണ്ടത്. അത് കണ്ടുപിടിക്കേണ്ടത് കോൺഗ്രസ് UDF അല്ല, പോലീസാണ്. എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. കണ്ടെത്തി സർവീസ് നീക്കം ചെയ്യണം. റൂറൽ SP ആണ് പറയുന്നത് പോലീസാണ് ആക്രമിച്ചതെന്ന്. അപ്പോൾ പോലീസ് സേനയ്ക്കകത്ത് ഇത്തരം അക്രമങ്ങളുണ്ടെങ്കിൽ അവരെ സർവീസ് നീക്കം ചെയ്യണം. അയാൾക്ക് മറുപടി പറഞ്ഞ ജനം എന്നെ കളിയാക്കും, പേരാമ്പ്രക്കാർക്ക്. അത്രയും എനിക്ക് പറയുന്നുള്ളൂ. കാരണം അവിടെ വിഷ്വലൊക്കെ ഉണ്ടല്ലേ, ഏതെങ്കിലും വിഷ്വല് സ്ഫോടക വസ്തു പോയിട്ട് ഒരു കൊടി വീശുന്ന കണ്ടു നിങ്ങൾ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ പ്രകടനത്തിൻ്റെ കൂട്ടത്തിൽ രാഷ്ട്രീയതര കേസിൽപ്പെട്ട ഒരാളുടെ ചൂണ്ടിക്കാണിക്കട്ടെ, പിന്നിലെ അക്രമം. പിന്നെ പ്രകടനം തടഞ്ഞപ്പോൾ മുന്നോട്ട് പോകാൻ ആവശ്യമാണ്, സ്വാഭാവികമല്ലേ? SK സജീഷ് ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞാൽ പേരാമ്പ്ര ജനം എന്നെ കളിയാക്കും. കോഴിക്കോട് നിന്ന് മിഥില ബാലൻ വിവരങ്ങളുമായി ചേർന്നു. മിഥില, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ. K. ബൈജു പറഞ്ഞ കാര്യത്തിനുള്ള ഒരു മറുപടിയാണ് ഇന്നിപ്പോൾ K. പ്രവീൺ കുമാറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. K. പ്രവീൺ കുമാർ പറഞ്ഞൊരു കാര്യം എന്നത്, വൈകിയാണെങ്കിലും തെറ്റ് ഏറ്റു പറഞ്ഞതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഈ സംഭവം ഉണ്ടായ അന്നു മുതൽ തന്നെ UDFും കോൺഗ്രസും പറയുന്ന ഒരു കാര്യം, ഈ അക്രമ സംഭവം നടത്തിയത് പോലീസാണ്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ MP-ക്ക് നേരെ നടന്ന ഈ ഒരു ആക്രമണത്തിൽ ആരാണോ കുറ്റക്കാരായത് അവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം എന്ന ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസും UDFും. അത്തരക്കാരെ പിരിച്ചുവിടേണ്ടത് ആവശ്യമുണ്ട്. മാത്രമല്ല, ഈ പേരാമ്പ്രയിൽ നടന്നത് CPM ഗുണ്ടകളും പോലീസിലെ ഗുണ്ടകളും തമ്മിൽ നടത്തിയ ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമായ ഒരു ആക്രമണമാണ്. പേരാമ്പ്രയിൽ CPM-ഉം പോലീസും തമ്മിൽ ഒരു സഖ്യം തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നും K. പ്രവീൺ കുമാർ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു സംഭവത്തിൽ ഈ കുറ്റക്കാരായ K. ബൈജുയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു പ്രതികരണം വന്ന ഒരു സാഹചര്യത്തിൽ കൂടി വരും ദിവസങ്ങളിൽ പോലീസിനെതിരായ ഒരു പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിൻ്റെ UDFിൻ്റെ നിലവിലുള്ള തീരുമാനം. നാളെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കോഴിക്കോട് എത്തുന്നുണ്ട്. ഷാഫി പറമ്പിലിനെ സന്ദർശിക്കാനാണ് അദ്ദേഹം വരുന്നത്. ഇക്കാര്യത്തിലുള്ള കൂടുതൽ ഒരു നിലപാട്, അല്ലെങ്കിൽ എന്താണ് ഇനി പോലീസിനെതിരെ ഏതു രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരിക്കും ഉണ്ടാവുക എന്നത് നാളെ VD സതീശന്റെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണവും ഉണ്ടാകും. താങ്ക് യു മിഥില ബാലൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.